പുറത്തിറങ്ങാൻ നിവർത്തില്ലാത്ത അവസ്ഥയാണ്. ഒടുക്കത്തെ ചൂടാണ്. രാത്രിയായാലും പകലാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഒടുക്കത്തെ ചൂടാണ്. ഇത്രയും ചൂട് വരാനുള്ള കാരണം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ പണി തരുന്നത് നമ്മുടെ സ്വന്തം സൂര്യൻ തന്നെയാണ്. നമ്മുടെ ഭൂമിയെ, നമ്മുടെ സോളാർ സിസ്റ്റത്തിനെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഏക ഫോഴ്സാണ് സൂര്യൻ. വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെയാണ് നമ്മുടെ സൂര്യൻ. സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ലൈഫ് കണ്ടുവരുന്നത്, ഒരുപാട് ജീവജാലങ്ങൾ കണ്ടുവരുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും സൂര്യൻ ഒരേപോലെ നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്നില്ല. ചില സമയങ്ങളിൽ സൂര്യൻ നമുക്ക് പണി തരും. അതേപോലത്തെ ഒരു പണിയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിനോമിനന്റെ പേരാണ് സോളാർ മാക്സിമ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും പല പല രീതിയിലുള്ള സ്റ്റേറ്റുകളാണ്. ചില സമയത്ത് നമ്മൾ വളരെ ഡള്ളായിട്ടിരിക്കും, ചില സമയത്ത് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കും, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സൂര്യന് പല പല രീതിയിലുള്ള സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്, അതായത് മാക്സിമം പെർഫോമൻസിൽ ഇരിക്കുകയാണ് നമ്മുടെ സൂര്യൻ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സോളാർ മാക്സിമ എന്ന് വിളിക്കുന്നത്. ഇത്തരം ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജസ് ഓരോ 11 വർഷങ്ങൾ കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് പറയപ്പെടുന്നത്. വേറൊരു കാര്യം എന്താ വെച്ചാൽ 2025 സോളാർ മാക്സിമം പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു വർഷം മുമ്പാണ്, അതായത് 2024. ഇപ്പോഴാണ് നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോളാർ മാക്സിമം സംഭവിക്കുമ്പോൾ ഒരുപാട് ഫിനോമിന നമ്മുടെ സൂര്യനിൽ സംഭവിക്കും. അതായത് ബ്ലാക്ക് സ്പോട്ട്സ് സംഭവിക്കും, സോളാർ സ്റ്റോം ഉണ്ടാവും, സോളാർ ഫ്ലെയർ ഉണ്ടാവും. പിന്നെ ഉള്ളത് CME, കൊറോണൽ മാസ് ഇജക്ഷൻ. ഓക്കെ, കൊറോണ എന്നായിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന കൊറോണ അല്ല, നമ്മുടെ സൂര്യന്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഔട്ടർ സംഭവത്തിനാണ് നമ്മൾ ശരിക്കും കൊറോണ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു തരത്തിലുള്ള എനർജി റിലീസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൊറോണൽ മാസ് ഇജക്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഫിനോമിനൊക്കെ സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ പ്ലാനറ്റ്സിനാണ്. ഓക്കെ, ബാക്കിയുള്ള പ്ലാനറ്റ്സ് ഒന്നും കുഴപ്പമില്ല, കാരണം ഇതുവരെ നമ്മുടെ അവിടെ ജീവജാലങ്ങൾ അത് ഡിറ്റക്ട് ചെയ്തില്ല. പക്ഷെ നമ്മുടെ ഭൂമിയിൽ ജീവനുള്ളത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ അത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂര്യന്റെ മാക്സിമം അല്ലെങ്കിൽ പീക്ക് ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല ഇത്രയും ചൂട് കൂടാൻ കാരണം നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെ ഈ ഭൂമിയുടെ അകത്ത് ഈ ചൂട് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരണം ഭൂമിയുടെ ഓവറോൾ ടെമ്പറേച്ചർ കൂടില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ശരിക്കും ഒരു ജനറൽ ആയിട്ട് ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടറിന്, അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ചൂട് കൂടാൻ കാരണം എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. നമുക്ക് ചൂട് സഹിക്കാം, തണുപ്പ് സഹിക്കാം, എന്ത് വേണമെങ്കിലും സഹിക്കാം. പക്ഷെ നമ്മൾ ഒരു ദിവസം ഇന്റർനെറ്റ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ അടുത്ത് തന്നെ ഉണ്ടാവും, കാരണം നമ്മുടെ സൂര്യൻ തന്നെയായിരിക്കും പണി തരാൻ പോകുന്നത്. ഈ ഒരു ഫിനോമിന തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോളാർ സ്റ്റോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൂര്യനിൽ നിന്ന് ഒരുപാട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ശരിക്കും സോളാർ സ്റ്റോം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം അറിയായിരിക്കും, നമ്മുടെ ഭൂമി ചുറ്റും ഒരുപാട് സാറ്റലൈറ്റുകൾ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ലോ എർത്ത് ഓർബിറ്റിലായിക്കോട്ടെ, മിഡിൽ എർത്തിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഓർബിറ്റിൽ കൂടെ ഒരുപാട് സാറ്റലൈറ്റ്സ് നമ്മുടെ ഭൂമിയിൽ ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സാറ്റലൈറ്റ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനും GPS എല്ലാം ഈ സാറ്റലൈറ്റ്സ് വകയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ്സിന് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇന്റർനെറ്റോ ഈ GPS എന്ത് തന്നെ ആയിക്കോട്ടെ ചെറിയ രീതിയിൽ ഡിസ്റ്റർബൻസസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോളാർ സ്റ്റോം സംഭവിക്കുന്നത് നമ്മുടെ ഇന്റർനെറ്റ് മൊത്തത്തിൽ ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്റർനെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സിസ്റ്റംസ്, അതായത് സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സോളാർ സ്റ്റോം സംഭവിക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയർ ഉണ്ടാവുമല്ലോ, അതിനെ ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റർബൻസ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു ജിയോ മാഗ്നറ്റിക് സ്റ്റോം സംഭവിക്കും. ഇങ്ങനത്തെ ഒരു ഫിനോമിന സംഭവിക്കുമ്പോൾ ഈ സാറ്റലൈറ്റ്സിന്റെ ഇലക്ട്രോണിക്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ സമാനമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്റർനെറ്റ് മാത്രമല്ല, GPS, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് തൊട്ട് എന്തൊക്കെ പരിപാടി ഉണ്ടോ അതിനൊക്കെ ഡിസ്റ്റർബൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി സോളാർ സ്റ്റോം എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൂര്യന് ഒരുപാട് രീതിയിലുള്ള ഡിസ്റ്റർബൻസ് സംഭവിക്കുമ്പോഴാണ് ഈ സോളാർ സ്റ്റോം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ അവിടെ സൂര്യനെ പിടിച്ച് ഇങ്ങനെ ഇക്കിലിടുന്ന അവസ്ഥയൊന്നല്ല. സോളാർ ഫ്ലെയർ ഉണ്ട്, സോളാർ വിൻഡ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ CME ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ സൂര്യന് ഒരുപാട് രീതിയിലുള്ള ഡിസ്റ്റർബൻസ് സംഭവിക്കുകയും ഈ പറഞ്ഞ സോളാർ സ്റ്റോം ഒക്കർ ചെയ്യുകയും ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞതാണ് ഇതിന്റെ ഏറ്റവും ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. കുറച്ചുകൂടി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മുടെ സൂര്യനിൽ വലിയ രീതിയിലുള്ള മാഗ്നറ്റിക് ഇറപ്ഷൻ സംഭവിക്കും. ഈ ഒരു മാഗ്നറ്റിക് ഇറപ്ഷൻ സംഭവിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണൽ മാസ് ഇജക്ഷൻ ആവാം, അതായത് CME ആവാം, അതുമാത്രമല്ല സോളാർ ഫ്ലെയർ ആവാം. ഈ ഫാക്ടേഴ്സ് ഒക്കെ കാരണം നമ്മുടെ സൂര്യന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിനോമിനൻ കാരണം ആക്സിലറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടോൺസ് ഏകദേശം ലൈറ്റിന്റെ സ്പീഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ശരിക്കും സോളാർ സ്റ്റോവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ പയ്യെ പറയാൻ ശ്രമിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ 11 വർഷങ്ങൾ കൂടുമ്പോഴാണ് സോളാർ സ്റ്റോവ് നമ്മുടെ ഭൂമിയിൽ ഇടിക്കുന്നത്. ഇതിനു മുമ്പ് 2012 ഒരു സോളാർ സ്റ്റോവ് ഇടിച്ചത്. അന്ന് ഈ പറഞ്ഞ പോലെ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം എന്തായിരിക്കും സംഭവിക്കാമെന്ന് നമുക്ക് ആർക്കറിയില്ല. നമ്മൾ എന്തായാലും അനുഭവിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ സോളാർ സ്റ്റോവ് നമ്മുടെ ഭൂമിയിൽ ഇടിക്കുന്ന ഉറപ്പൊന്നുമില്ല. ഇത് ഇടിക്കാണ്ടിരിക്കുക, അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ സൂര്യന്റെ മാക്സിമം പീക്ക് പെർഫോമൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. സോളാർ സ്റ്റോവ് എന്ന ഫിനോമിനൻ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇത്. ഒരുപാട് പേര് കമന്റ്സിലൂടെ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.